നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരഞ്ഞെടുത്ത തീരുമാനത്തിൽ യാതൊരുവിധ പുനഃപരിശോധനയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ CPIM സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റിലും ഉയർന്നുവന്ന രൂക്ഷമായ ആഭ്യന്തര വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടി നിലപാട് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകകണ്ഠമായ തീരുമാനമാണെന്നും ഇതിന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും പൂർണ്ണമായ അംഗീകാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും വൻതോതിൽ വിമർശനങ്ങൾ ഉയർന്നുവെന്ന തരത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരം പ്രചാരണങ്ങൾ ബോധപൂർവമായ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് ശക്തമായി ആരോപിച്ചു. CPIM പോലൊരു കേഡർ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണതോതിൽ നിലനിൽക്കുന്നുണ്ടെന്നും പാർട്ടി യോഗങ്ങളിൽ യാതൊരുവിധ ഭയവുമില്ലാതെ തങ്ങളുടെ അഭിപ്രായങ്ങളും വിയോജിപ്പുകളും തുറന്നു പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ സഖാക്കൾക്കും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. അത്തരം ജനാധിപത്യപരമായ വേദികളിൽ സ്വാഭാവികമായ ചർച്ചകളും അവലോകനങ്ങളും നടക്കാറുണ്ടെന്നത് വസ്തുതയാണെങ്കിലും അതിനെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപമായോ നേതൃത്വത്തിനെതിരെയുള്ള കലാപക്കൊടിയായോ ചിത്രീകരിക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാരുടെ അജണ്ടയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർട്ടി സെക്രട്ടറിക്കെതിരെ തന്നെ വിമർശനങ്ങൾ ഉയർന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ തങ്ങളെ അല്ലാതെ പിന്നെ ആരെയാണ് പാർട്ടിയിൽ വിമർശിക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ച അദ്ദേഹം CPIMനെ സംബന്ധിച്ച വിമർശനവും സ്വയം വിമർശനവും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തികച്ചും സ്വാഭാവികവും അനിവാര്യവുമായ ഒരു പ്രക്രിയ മാത്രമാണെന്നും അതിനെ മാധ്യമങ്ങൾ വിവാദമാക്കേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷമുണ്ടായ അപ്രതീക്ഷിത പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 140 അംഗ നിയമസഭയിൽ കേവലം 35 സീറ്റുകളിലേക്ക് ഒതുക്കുകയും ഇതിനു പിന്നാലെ VD സതീശൻ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷ നിരയെ ഇനി ആര് നയിക്കുമെന്ന ചോദ്യം CPIMനുള്ളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മുൻ ധനമന്ത്രി KL ബാലഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ പേരുകൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് സജീവമായി ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഒടുവിൽ പിണറായി വിജയൻ തന്നെ സഭയിൽ പാർട്ടിയെ നയിക്കട്ടെ എന്ന അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ 3-ാം തവണയും നിയമസഭയിലെത്തിയ പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഇത്തവണ 19,247 വോട്ടുകളായി കുറയുകയും ഇത് മുൻ തിരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷത്തെ അപേക്ഷിച്ച് വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലും പാർലമെന്ററി രംഗത്തെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പരിചയ സമ്പത്തും ശക്തമായ വ്യക്തിത്വവുമാണ് ഈ നിർണായക ഘട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ ഏകകണ്ഠമായി തീരുമാനിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ പുതിയ UDF സർക്കാരിന്റെ റവന്യൂ നടപടികൾക്കെതിരെയും പരിയത്തുകാവിലെ ഭൂമി ഒഴിപ്പിക്കൽ നീക്കങ്ങൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ഥലം പൂർണ്ണമായും സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് ഔദ്യോഗിക രേഖകളിൽ വ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി. വർഷങ്ങൾക്ക് മുൻപ് സമൂഹത്തിൽ സ്വാധീനമുള്ള ചില വ്യക്തികൾ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ ഭൂമിക്ക് വ്യാജ ആധാരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും നിലവിൽ ഈ ഭൂമിയിൽ ആർക്കും തന്നെ നിയമാനുസൃതമായ പട്ടയമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പുറമ്പോക്കിൽ താമസിക്കുന്ന പാവപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം നൽകണമെന്നത് കാർഷിക തൊഴിലാളി പ്രസ്ഥാനം പതിറ്റാണ്ടുകളായി മുന്നോട്ട് വയ്ക്കുന്ന ശക്തമായ നിലപാടാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഈ തർക്കഭൂമിയിലെ 2.5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ലാത്ത 8 പട്ടികജാതി കുടുംബങ്ങൾക്ക് നിയമപരമായ നടപടികളിലൂടെ പട്ടയം നൽകാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ സർക്കാർ ക്രൂരമായ മർദ്ദന മുറകളിലൂടെ ഇവരെ ഒഴിപ്പിക്കാൻ നീക്കം നടത്തുന്നതെന്ന് കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുമെന്ന് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ കേരള നിയമസഭ വീണ്ടും കനത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാകുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ 5 വർഷക്കാലം ഭരണപക്ഷത്തിരുന്ന പിണറായി വിജയനും പ്രതിപക്ഷത്തിരുന്ന VD സതീശനും തമ്മിൽ നടന്ന വാക്പോരുകൾ ഇനി പദവികൾ മാറി മറിഞ്ഞുള്ള പുതിയൊരു രാഷ്ട്രീയ ചിത്രത്തിനാണ് വഴിയൊരുക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും പാർട്ടിയെയും മുന്നണിയെയും തിരികെ കൊണ്ടുവരാൻ പിണറായി വിജയന്റെ ശക്തമായ നേതൃത്വത്തിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPIM കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പാർട്ടിക്കുള്ളിലെ ചർച്ചകൾക്കും ഈ സ്ഥിരീകരണത്തോടെ താൽക്കാലികമായി അറുതിയാകുമെന്നാണ് കരുതപ്പെടുന്നത്.